അപ്പോൾ ഗായ്സ് നമ്മൾ കാർപ്പറ്റ് ചേഞ്ച് ചെയ്യാണ്. ഇതാണ് കാർപ്പറ്റ്. ഇവിടെ ചേഞ്ച് ചെയ്ത് കാർപ്പറ്റ് ഫുള്ള് കയറി നാശമായിട്ടാണുള്ളത്. ഇത് ഫുള്ള് മാറ്റാൻ പോവാണ്. അല്ല ഫുള്ള് കയറിയിട്ടുള്ളത്. അടുക്കളയിലൊന്നും കാർപ്പറ്റ് തന്നെ ഇല്ല. സിറ്റൗട്ടത്ത് റെഡിയാക്കി. ഇനി ഇത് ഇവിടെ വിരിക്കണം. അപ്പോൾ ഗായ്സ് ഇതാ നമ്മുടെ കാർപ്പറ്റ് ഏകദേശം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇതാ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഇട്ട് നല്ല വൃത്തിയായി. മറ്റേത് കീറി പറഞ്ഞിട്ട് നിങ്ങളെ ഫ്രണ്ടിൽ കണ്ടിരുന്നല്ലേ, ഇവർ വണ്ടി ഓടിക്കുന്നത് കാരണം, സൈക്കിളും ഇതൊക്കെ ഓടിക്കുന്ന കാരണം കീറി പറഞ്ഞിട്ട് ആകെ ബുദ്ധിമുട്ടി. റൂമിലൊന്നും മാറ്റിയിട്ടില്ല. അവിടെ ഒന്നും കീറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റൂമിലത്തെ മാറ്റിയിട്ടില്ല. ഹാളിലത്തതും സിറ്റ് ഔട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. സിറ്റ് ഔട്ടത്തെ പിന്നെ അടുക്കളയിലേക്ക് തികഞ്ഞിക്കില്ല. അതിനിപ്പോൾ നാളെ സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. സെയിം സാധനം എന്നിട്ട് വേണം നാളെ ഇടാൻ. പിന്നെ നോമ്പായതുകൊണ്ട് ആകെ കുഴങ്ങി. 3 മണിയായി ഇപ്പം തന്നെ. ഇനി കുളിച്ച് കിടക്കുക, കടി പുറത്തുനിന്ന് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്ഷീണമായിട്ട്. ഗായ്സ് ഇതാ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. വത്തക്കയായിട്ടൊന്ന് ജ്യൂസ് അടിച്ചത്. അപ്പോൾ വത്തക്ക ജ്യൂസ് അടിച്ചത് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അന്നേരം എടുക്കാനായിട്ട് ബാക്കി കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പഴംപൊരിയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, കാർപ്പറ്റ് ഇടാൻ വന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് കടി വാങ്ങാൻ വെച്ചിരുന്നു. അപ്പോൾ അവിടെ വിളിച്ച് നോക്കുമ്പോൾ അവിടെ രാവിലെ കൊണ്ടുവച്ച കടിയാണ്. നോമ്പ് തുറക്കുമ്പോൾ ഈ രാവിലെ കൊണ്ടുവച്ച കടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് പണി കിട്ടും. അതുകൊണ്ട് പിന്നെ അപ്പം തന്നെ ഞാൻ പഴം പോയി വാങ്ങിയിട്ട് പഴംപൊരി ഉണ്ടാക്കി. കാരണം നോമ്പ് വാങ്ങിക്കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എണ്ണക്കടി ഇല്ലാണ്ട് നോമ്പ് തുറക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കിടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പോയി പഴം വാങ്ങിക്കണം. അമ്മ പഴം പൊരിച്ചെന്ന്. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോ ഒന്നും എടുക്കാണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. കാരണം ഒന്നുമില്ല, രാവിലെ അങ്ങനെ തുടങ്ങി. പിന്നെ ഇൻട്രോ എടുക്കാനുള്ള നേരം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ വാങ്ങ് കൊടുക്കാൻ ഏകദേശം 6:33 ആയിരിക്കും. 36 37 വാങ്ങ്. അപ്പോൾ അതിനൊക്കെ ഉണ്ട് അവിടെ കളിക്കുന്നത്. കാർപ്പറ്റ് ഇവിടെ ഇട്ടിട്ടില്ല. ഇവിടത്തേക്ക് പീസ് കഴിഞ്ഞില്ല. അപ്പോൾ അകത്ത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, അകം ഫുള്ള് കവർ ചെയ്ത് ഫുള്ളിട്ട്. റൂമിലൊന്നും ഇട്ടിട്ടില്ല. റൂമത്തതൊന്നും കയറിയിട്ടില്ല. ഒക്കെ ഇട്ടതുപോലെ തന്നെ പുതിയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഹാളിലും സിറ്റ് ഔട്ടിൽ ഡൈനിങ് ഹാളിലൊക്കെയാണ് അടുക്കളയത്തൊക്കെയാണ് കീറിയത്. അപ്പോൾ അത് മാത്രം ചേഞ്ച് ചെയ്യാതിരിച്ച്. പിന്നെ ആ നേരം ആകുമ്പോഴത്തേനും നമുക്ക് കാർപ്പറ്റ് തികഞ്ഞുമില്ല. പിന്നെ എല്ലാവർക്കും വയ്യാണ്ടായി. 3 മണിയൊക്കെ ആയി കിട്ടി കഴിയില്ല. അപ്പോൾ പിന്നെ അതങ്ങനെ നിർത്തി വെച്ച്. ഇപ്പോൾ നാളെ രാവിലെ ഇവിടെ ഇടണം. അപ്പോൾ വാങ്ങ് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ട് കാണാം. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഗുജറാത്തി കാതല്ല കെട്ടിയ മലയാളി